ഈച്ച എന്ന ഫിലിമിൽ കിച്ച സുദീപിന് ശബ്ദം നൽകിയത് ശോഭി ആയിരുന്നു. ഈച്ചയിലെ ഡബ്ബിംഗ് മികവ് മനസ്സിലാക്കാൻ ശോഭി പറയുന്നതെന്ന് കേട്ടാൽ മതി. ഈച്ച എന്നുള്ള സിനിമ അതെല്ലാം ഡബ് ചെയ്യുന്ന സമയത്ത് ഈച്ചയില്ല, ഈച്ച പിന്നീടാ വന്നേ. ബാഹുബലിയിൽ റാണയ്ക്ക് വേണ്ടി ഡബ് ചെയ്തതും ഇദ്ദേഹമായിരുന്നു. ബാഹുബലി കണ്ടവർ ഈ ശബ്ദം മറക്കുമോ? മരണത്തെക്കാൾ മികച്ച മോചനമുണ്ടോ കട്ടപ്പ? അങ്ങനെയെങ്കിൽ അനുഭവിക്കട്ടെ, അന്ത്യം വരെ അനുഭവിക്കട്ടെ. റാണ തന്നെ ഡബ് ചെയ്തതാണോ എന്ന് സംശയിച്ചു പോകും, അത്രയ്ക്ക് ഗംഭീരമായി. ഇത് മകിഴ്മതിയുടെ രാജനീതി. നീ തെറ്റുകാരിയിൽ നിന്ന് തെളിയും വരെ നീ കുറ്റവാളിയാണ്. അദ്ദേഹം ബാഹുബലിയിലേക്ക് എത്തിപ്പെടാൻ കാരണം ഇതാണ്. എന്നെ അതിലേക്ക് എത്തിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. പഴശ്ശിരാജയിൽ ശരത് കുമാറിന് ശബ്ദം നൽകിയതും ഇദ്ദേഹമാണ്. ചതിച്ചു കൂട്ടിലാക്കിയ കാട്ടുമൃഗത്തെ പോലെ ചന്തുവിനെ കൊല്ലുന്നത് കണ്ട് രസിച്ചു നിന്ന നിന്റെ ആഘോഷം പറഞ്ഞു കേട്ടു. എടച്ചേനക്കുങ്കന്റെ ശബ്ദം സൂപ്പറായിരുന്നു. ഒപ്പം മികച്ച ഡബ്ബിങ്ങിനുള്ള പുരസ്കാരവും. നല്ല വീഡിയോകളുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം.